വെൽക്കം ടു ടെക്കാറസ്. നമ്മളിന്ന് വന്നിട്ടുള്ള എമ്മ വെർഷൻ 1 വണ്ടിയായിട്ടാണ്. ഈ വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് ഏകദേശം മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ക്ലച്ച് ഡിസ്ക് മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഈ വീഡിയോ നോക്കി വീട്ടിൽ നിന്ന് തന്നെ ക്ലച്ച് ഡിസ്ക് മാറാവുന്നതാണ്. വണ്ടിക്ക് നല്ല രീതിയിൽ പവർ ഡ്രോപ്പും മൈലേജ് ഷോട്ടും ഉണ്ട്. അതേപോലെ ഗിയർ എടുക്ക് വീഴാതിരിക്കുക, ക്ലച്ച് നല്ല രീതിയിൽ ടൈറ്റ് ആവുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ക്ലച്ച് മാറ്റാനായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലച്ച് മാറ്റി കൊടുക്കുക. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 19-ൻ്റെയും 8-ൻ്റെയും 10-ൻ്റെയും 15-ൻ്റെയും ബോക്സറാണ്. ബോക്സർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ബോക്സർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ പരമായിട്ടുള്ളത് കൊണ്ട് നല്ല രീതിക്ക് ടോർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബോക്സർ അല്ലാന്നുണ്ടെങ്കിൽ അത്ര ടോർക്ക് നമുക്ക് കൊടുക്കാനും പറ്റില്ല. അതേപോലെ നമ്മൾ എഞ്ചിൻ്റെ ബോൾട്ട് പെട്ടെന്ന് ത്രെഡ് പോകാനുള്ള ചാൻസും ഉണ്ട്. ആദ്യം 15-ൻ്റെ ബോക്സർ വെച്ച് ഓയിൽ ഡ്രെയിൻ ബോൾട്ട് റിമൂവ് ആക്കുക. എന്നിട്ട് ഓയിൽ ഇതേപോലുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു കണ്ടെയ്നർക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ റിമൂവ് ആക്കേണ്ടതുണ്ട്. ഓയിൽ ഫിൽറ്റർ ഇതേപോലെ 8-ൻ്റെ ബോൾട്ട് വെച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കിക്കറാണ് ഒരാള്. ഇപ്പോൾ കിക്കർ വരാൻ വേണ്ടി 19-ൻ്റെ ബോക്സർ വെച്ച് കിക്കറിൻ്റെ ബോൾട്ട് മെല്ലെ റിമൂവ് ആയി കൊടുക്കാം. ചില ബോൾട്ടൊക്കെ നല്ല ടൈറ്റ് ആവും. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേഷൻ സ്പ്രേ യൂസ് ചെയ്തതിനാൽ പെട്ടെന്ന് ലൂസായി വരുന്നതാണ്. ഇനി നമുക്ക് ഒരാൾ എഞ്ചിൻ്റെ ഈ ഫുള്ള് 8-ൻ്റെ ബോൾട്ട് സ്വിച്ചോറുണ്ടാവും. 8-ൻ്റെ ബോൾട്ടാണ് ബോക്സർ യൂസ് ചെയ്ത് തന്നെ ഊരാൻ നോക്കുക. ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ലൂസാക്കിയ ശേഷം ഫുള്ള് ഇതേപോലെ ഊരി കൊടുക്കുക. ഫുള്ള് ലൂസായ ശേഷം മെല്ലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഹൗസിങ്ങിന് പോയി. അങ്ങനെ മെല്ലെ ഇളക്കി ഇതാണ് നമ്മളെ ക്ലച്ച് അസംബ്ലി. ഇതിൽ ഈ മേലെ കാണുന്നതാണ് ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്. ഇത് കാണുന്നതാണ് പ്രഷർ പ്ലേറ്റ്. ഈ പ്രഷർ പ്ലേറ്റിന് ഈ ഷെയ്ക്കിംഗ് ഉണ്ട്. ഈ ഷെയ്ക്കിംഗ് ഉണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളിൽ നല്ല സൗണ്ട് ഉണ്ടാവും. ക്ലച്ച് നല്ല രീതിയിൽ സൗണ്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഊരേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഈ 4 ബോൾട്ട് ഊരാം. ഇത് 10-ൻ്റെ ബോൾട്ടാണ്. 10-ൻ്റെ ബോൾട്ട് റിമൂവ് ആക്കാം. മെല്ലെ ഇളക്കി പ്രഷർ പ്ലേറ്റ് റിമൂവ് ആക്കുക. ഇതാണ് ക്ലച്ച് ഡിസ്ക്. ഇങ്ങനത്തെ 3 പ്ലേറ്റും അതേപോലെ ഇങ്ങനത്തെ ഇത് 2 സെറ്റ് ഓഫ് പ്ലേറ്റാണ്. 2 സോഫ്റ്റും 2 ഹാർഡും. ബെല്ലോസിങ്ങിന് നല്ല രീതിയിൽ ഷെയ്ക്കുണ്ട്. നമുക്ക് റിമൂവ് ആക്കിക്കാണ്ട് ലേത്തിൽ കൊടുത്ത് പുതിയ ബുഷ് അടിക്കണം. ബെല്ലോസിങ് ഊരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഈ ക്ലച്ച് ഡിസ്ക് വെച്ച് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് ഇതുപോലെ ഒരു ടൂൾ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനത്തെ ടൂൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അതിന് നല്ല എമൗണ്ടും ആവും. നമ്മൾ കുറേ കടയിൽ ഷോപ്പിൽ കയറി തിരക്കിയിട്ടൊക്കെ വേണം വാങ്ങാൻ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ ചിലവും വരുന്നില്ല. അങ്ങനെ ഇങ്ങനത്തെ സ്പെഷ്യൽ ടൂൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ സ്പെഷ്യൽ ടൂൾ പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയിൽ വെച്ച് ലോക്കാക്കിയിട്ട് 19-ൻ്റെ ബോക്സർ വെച്ചിട്ട് സെൻറ്ററത്തെ ബോൾട്ട് മെല്ലെ റിമൂവ് ആക്കി കൊടുക്കാം.
ഇന്നർ പ്രഷർ പ്ലേറ്റും ഇതേപോലെ മെല്ലെ ഇളക്കി റിമൂവ് ആക്കുക. അങ്ങനെ ബെൽ ഹൗസിങ് ഊരിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയ്ത്ത് കൊണ്ടുപോയി ഇതിന് ഉള്ളിലൊരു റബ്ബർ ബുഷ് ഉണ്ടാവും. ആ റബ്ബർ ബുഷ് മാറ്റേണ്ടതുണ്ട്. മാറ്റി കഴിഞ്ഞാലാണ് ഈ ഷേക്ക് നിൽക്കുള്ളൂ. ബെൽ ഹൗസിങ് അങ്ങനെ ലെയ്ത്ത് കൊടുത്തിട്ടുണ്ട്. ബുഷ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ബെൽ ഹൗസിങ്ങിൻ്റെ പഴയ ബുഷ് റിമൂവ് ആക്കി പുതിയ ബുഷ് ഇടുകയും അതേപോലെ തേയ്മാനം വന്ന ഭാഗങ്ങൾ പോളിഷ് ചെയ്ത് കറക്റ്റ് അലൈൻമെൻറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ ആകെ 250 രൂപ എമൗണ്ട് വന്നിട്ടുള്ളൂ. ഇത് ഞാൻ ചെയ്തിട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നാണ്, അവിടെയുള്ളൊരു ലൈത്തിൽ നിന്നാണ്. അതേപോലെ ഇങ്ങനെ എല്ലാ ബൈക്കിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ ബെൽ ഹൗസിങ്ങിന് ഏകദേശം 3000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആകെ 250 രൂപ ആവുന്നുള്ളൂ. ഇങ്ങനെ ഏകദേശം നല്ല ലൈഫും കിട്ടും. ഞാൻ ഏകദേശം ഒരു 80,000 കിലോമീറ്റർ ഓടി. ഇപ്പോൾ 2ാമത്തെ വട്ടമാണ് ഞാനത് ചെയ്യുന്നത്. ബെൽ ഹൗസിങ്ങിൻ്റെ പാർട്സൊക്കെ പോളിഷ് ചെയ്ത് പുതിയ അതേ ഫിനിഷിംഗ് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ബുഷ് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് 2 സെറ്റ് ക്ലച്ച് പ്ലേറ്റ്. ഇത് ഹാർഡ് പ്ലേറ്റ് ആണ്. ഹാർഡ് പ്ലേറ്റ് 254 രൂപയുടെ വില വരുന്നത്. ഇത് സോഫ്റ്റ് പ്ലേറ്റ് ആണ്. ഇതിന് 404 രൂപയുടെ 2 വില വരുന്നത്. ഇത് പിന്നെ നമ്മളെ സ്റ്റീലിൻ്റെ 3 പ്ലേറ്റ്, 3 സെറ്റ് ഓഫ് പ്ലേറ്റിന് 138 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളിത് ലൈറ്റ് നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലായും കാര്യങ്ങളൊക്കെ നിന്നിട്ട് പുതിയ സാധനത്തിൻ്റെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ക്ലച്ച് പാക്കിംഗ് കവറാണുള്ളത്. ഇതിന് വില വരുന്നത് 85 രൂപയാണ്. പിന്നെ അതുപോലെ ഇന്നർ ഹബ്ബും ഔട്ടർ ഹബിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റുന്നതാവും നല്ലത്. ഇതിന് സ്റ്റെപ്പൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ അതന്നെ യൂസ് ചെയ്യാണ്. ക്ലച്ച് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഇതാണ് നമ്മൾ സ്റ്റെയിനർ. ഇതിൽ വന്നിട്ടാണ് കച്ചറൊക്കെ അടയുക. ഈ സ്റ്റെയിനർ ക്ലീനായി കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളിലും അതേപോലെ നല്ല രീതിക്ക് ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ അത് ക്ലീനായി കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മളെ പഴയ പാക്കിങ് ഇതുപോലെ മെല്ലെ തട്ടി കൊടുത്ത് റിമൂവ് ആക്കേണ്ടതുണ്ട്. ഈ പോരാത്ത സാധനങ്ങൾ ഒന്നെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കുട്ടി ബ്ലേഡ് വെച്ചിട്ടോ ചെറുതായിട്ട് തട്ടി കൊടുത്താൽ അതും പോരുന്നതാണ്. ണ്ട് ക്ലീൻ ആക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പാക്കിങ്ങിൻ്റെ ഭാഗം ഈ കാണുന്ന ഹോളിൻ്റെ ഇടയൊക്കെ ഒന്ന് ഇറങ്ങാതെ നോക്കണം. കാരണം എഞ്ചിൻ്റെ ഓയിൽ സപ്ലൈ നടക്കുന്ന ഹോളാണിത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഇടയിലും ഇവിടെയൊക്കെ ആയിട്ട് പാക്കിംഗ് ഉണ്ടോ നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് ഫിക്സിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഈ വാഷർ ഇടാം. ഈ വാഷറിനൊരു ഷേപ്പ് ഉണ്ട്, ഒരു കോണിക്കൽ ഷേപ്പ് ഉണ്ട്. ഈ കോണിക്കൽ ഷേപ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഈ വാഷർ ഫസ്റ്റ് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബെൽ ഹൗസിങ് ഇപ്പോൾ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല, പുതിയ ബെൽ ഹൗസിങ് പോലെ ആയിട്ടുണ്ട്.
ബെൽ ഹൗസിങ് ഫിക്സ് ചെയ്യുക. ഇത് മെല്ലെ തള്ളി കൊടുത്താൽ മതി. ഇതിനിവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഇങ്ങനെ മെല്ലെ മെല്ലെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ബെൽ ഹൗസിങ് ഫിക്സ് ആവും. ബെൽ ഹൗസിങ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഒരു ലോക്കുണ്ട്, ഈ വാഷർ ലോക്ക് ഉണ്ട്. ഇത് രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ്, രണ്ട് സൈഡും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം ഇട്ടിരുന്നു. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇവിടെയാണ് തേയ്മാനം കൂടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഈ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇന്നർ ഹബ്ബ് ഇത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇന്നർ ഹബ്ബ് ഫിക്സ് ചെയ്യാം. ഇന്നർ ഹബ്ബ് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബോൾട്ട് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ടൂൾ വെച്ച് ഫസ്റ്റ് ഇത് ഈ ഭാഗത്തേക്ക് ലോക്കായി കൊടുക്കാം. ഈ ഭാഗത്ത് ലോക്കാക്കിയിട്ടുണ്ട്. ലോക്കാക്കിയ ശേഷം ഇതുപോലൊരു ലോക്ക് ഉണ്ട്. ഈ ലോക്കിൻ്റെ ഇവിടെ എൻ്റെ ഡാമേജ് ആയിട്ടുണ്ട്, പ്രശ്നമില്ല. നമുക്ക് ഈ ഭാഗം വെച്ച് നെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, ഈ ഭാഗം ഇവിടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ 19ൻ്റെ ബോൾട്ടാണിത്. ഇത് മെല്ലെ ടൈറ്റായി കൊടുക്കുക. ഈ ബോക്സർ വെച്ച് ഇതിവിടെ ലോഡ് കൊടുക്കുക. നമ്മൾ സ്പെഷ്യൽ ടൂളിന് ലോഡ് ഇവിടെ വരും. എന്നിട്ട് ബോക്സർ വെച്ചിട്ട് നമ്മൾ ഓവർ ടൈറ്റ് പാടില്ല, എന്നാൽ പക്ഷേ പറ്റ ലൂസാകാനും പാടില്ല. നമ്മളൊരു മീഡിയം രീതിയിൽ ടൈറ്റായി കൊടുക്കാം മതി. ഇനി ഒരു കട്ടിംഗ് പ്ലെയർ വെച്ച് ഈ ലോക്ക് താഴത്ത് കാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇങ്ങനെ ലോക്കാകണം ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾട്ട് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇന്നർ ഹബ്ബിൽ കോൺടാക്റ്റ് വരുന്ന ഭാഗത്ത് ഓയിൽ ഡിപ്പ് ചെയ്യുക. അതേപോലെ പുതിയ ക്ലച്ച് പ്ലേറ്റ് ഓയിൽ ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴത്തേന് അവിടേക്ക് ഓയിൽ സപ്ലൈ എത്താൻ ടൈം എടുക്കും. ആ ടൈം കൊണ്ട് ക്ലച്ച് പ്ലേറ്റ് ഡാമേജ് ആവാനാണ്. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമ്മളെ ക്ലച്ച് പ്ലേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് ഓഫ് 4 പ്ലേറ്റാണ്. ഈ സെറ്റ് ഓഫ് പ്ലേറ്റിൽ 2 യെല്ലോ കോഡും കാണാം, അതേപോലെ ഇവിടെ 2 ബ്ലാക്ക് കളറും കാണാം. അപ്പോൾ യമഹ പറയുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സോഫ്റ്റ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഇന്നർ ഹബ്ബിലും അതേമാതിരി ഔട്ടർ ഹബ്ബിലും ഈ സോഫ്റ്റ് പ്ലേറ്റ് ആണ് വരിക. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നർ പ്രഷർ പ്ലേറ്റുമേക്കുള്ള തേയ്മാനം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഡിപ്പ് ചെയ്യാം, പഴയ ഓയിലിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിലൊരു ഇംഗ്ലീഷ് ലെറ്റർ കോഡ് ഉണ്ട്. ഈ ലെറ്റർ കോഡുള്ള ഭാഗം ഇതാ ഇവിടെ കാണുന്നുണ്ടോ അറിയില്ല. ഈ ലെറ്റർ കോഡുള്ള ഭാഗം മുന്നിക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്യാം. പിന്നെ അടുത്ത് ഫിക്സ് ചെയ്യേണ്ടത് ഈ മെറ്റൽ പ്ലേറ്റ് ആണ്, സ്റ്റീൽ പ്ലേറ്റ്. ഈ സ്റ്റീൽ പ്ലേറ്റ് ഒരു ഭാഗം നല്ല ഫ്ലാറ്റാണ്, ഒരു ഭാഗം കോണിക്കൽ ഷേപ്പിലാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഇവിടെ ഒരു ഡോട്ട് കാണാൻ പറ്റും, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണൂല. ഈ ഭാഗത്ത് ചെറിയ ഡോട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫ്ലാറ്റായ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഹാർഡ് പ്ലേറ്റ്. ഹാർഡ് പ്ലേറ്റിൻ്റെ നമ്പറുള്ള ഇംഗ്ലീഷ് ലെറ്ററുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഫ്ലാറ്റ് ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്യാം. ഇനി ബ്ലാക്ക് ഹാർഡ് പ്ലേറ്റ് ആണ്. ഫ്ലാറ്റ് ഭാഗം പുറത്തേക്ക്. ഇനി ലാസ്റ്റ് നമ്മളെ സോഫ്റ്റ് പ്ലേറ്റ്.
ഈ സോഫ്റ്റ് പ്ലേറ്റ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റും ഫസ്റ്റും സോഫ്റ്റ് പ്ലേറ്റ് ആവും ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രഷർ പ്ലേറ്റ് വേഗത്തിൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ കളർ കോഡ് കിട്ടും. ഇതേ പാറ്റേണിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ഉണ്ട്, സ്റ്റീലിൻ്റെ ബോൾ. അതുണ്ടെങ്കിൽ മാത്രമേ ക്ലച്ച് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് മാഗ്നറ്റ് ഇല്ലാതെ റിമൂവ് ആവില്ല. പക്ഷെ അതില്ലയെന്ന് എല്ലാവരും ഉറപ്പ് വരുത്തണം. നമ്മൾ ഇന്നർ ഹബ്ബ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇന്നർ ഹബ്ബ് ഔട്ടർ ഹബ്ബ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ കുറച്ച് ഓയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഔട്ടർ ഹബ്ബിന് പ്രത്യേകിച്ച് പൊസിഷനൊന്നുമില്ല. ഈ 4 ഹോളിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ഇറങ്ങിയാൽ മതി. ഈ 10ൻ്റെ ബോൾട്ട് ഇതേപോലെ ഈ പൊസിഷനിൽ ഒരു വാഷർ ഈ ഒരു ഹബ് പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ഓരോന്നും ഫസ്റ്റ് അല്ലാതെ ഇതുമ്പോൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കൈയേറ്റം എല്ലാം ടൈറ്റായി കൊടുക്കുക. ഇനി നമ്മൾ ഓരോ ബോൾട്ട് ഒറ്റ ബോൾട്ട് ഫുള്ളായിട്ട് മാക്സിമം ടൈറ്റ് ചെയ്യരുത്. സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതും വിലങ്ങനെയുള്ള ബോൾട്ടുകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയാൽ മതി. ഒന്ന് ടൈറ്റായി നിന്നാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല രീതിക്ക് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഈ സെൻറ്ററത്തെ 10ൻ്റെ ബോൾട്ട് നമുക്ക് നല്ല ലൂസായി കൊടുക്കുക. ജസ്റ്റ് ഒരു 10ൻ്റെ ഇത് വെച്ച് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കിയ ശേഷം ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റായി കൊടുക്കുക. ഇനി നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പോയിൻറ്റും നമ്മൾ കൈയേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് രണ്ടും ഒരേ രീതിയിൽ നിൽക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഇത് മൂവ് ആവില്ല. ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം കാണിച്ചു തരാം. ടൈറ്റായി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പോയി നോക്കാം. ഇപ്പോൾ നേരത്തെ അത്ര പ്ലേ ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പ്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ടൈറ്റായി കൊടുക്കാനുണ്ടാവും. ഇപ്പോൾ ചെറിയ പ്ലേ ഉള്ളൂ. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് കേബിൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്ക് വേഗത്തിൽ തേഞ്ഞ പോലെ നമുക്ക് തോന്നും. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 10ൻ്റെ ബോൾട്ട് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റെയിനർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിനർ ക്ലീൻ ചെയ്ത ശേഷം ഈ തടിയുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് ഈ 2 ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സ്റ്റെയിനർ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഔട്ടർ ക്യാപ്പ് ക്ലീൻ ആയി കൊടുക്കുക. അതേപോലെ ഈ ഔട്ടർ ക്യാപ്പിൽ ഈ 2 ബുഷ് ഇല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുക. അതേപോലെ ഈ ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. ഈ ഓയിൽ സീൽ ഡാമേജ് ആയിക്കണമെങ്കിൽ മാറ്റി കൊടുക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എയർ ഫിൽറ്റർക്കുള്ള ഓയിൽ സപ്ലൈ ഇത് കൂടെയാണ് പോകുന്നത്, നടക്കില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാക്കിങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പാക്കിങ് ഫിക്സ് ചെയ്ത ശേഷം നേരെ ഇഞ്ചിക്ക് കയറ്റി കൊടുക്കുക. നല്ല തട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ 8ൻ്റെ ബോൾട്ട് ഫുൾ എല്ലാവർക്കും വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവിൽ ഓപ്പോസിറ്റ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ പാക്കേജ് ഡാമേജ് ആവാനും അതേമാതിരി ഫുൾ ടൈറ്റ് ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റുള്ള ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുക. പാക്കേജ് ഡാമേജ് ആവാനും അതേമാതിരി എൻജിൻ ഹൗസിങ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
നമ്മൾ ഓരോ ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒരു പുഷ്, ആ ഒരു ടൈറ്റ് മതി. അല്ലാണ്ടെങ്കിൽ ത്രെഡ് പോകാനും ബോൾട്ട് പൊട്ടി എൻജിൻ ഹബിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും ഓപ്പോസിറ്റ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കിക്കറാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. കിക്കർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഈ പൊസിഷനിലാണ് കിക്കർ വരിക. അതിനുശേഷം കിക്കറിൻ്റെ 19 ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 19 ബോക്സർ വെച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ഭാഗം ഉന്നിക്ക് പൊസിഷനിൽ, ഈ ഭാഗം ഇവിടെ ലോക്ക് ചെയ്ത ശേഷം വെക്കുക. ഈ പൊസിഷനിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ വലിയ ബോൾട്ട് ഈ ഭാഗത്താണ്. അതിനുശേഷം ഈ 2 ബോൾട്ടും ഒരേ ബോൾട്ടാണ്. അത് രണ്ടും ആൾട്ടർനേറ്റീവിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഒരു ബോൾട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാതെ ആൾട്ടർനേറ്റീവിൽ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓയിൽ ഡ്രെയിൻ ബോൾട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി 15 ബോക്സർ വെച്ച് ഓയിൽ ഡ്രെയിൻ ബോൾട്ട് മാക്സിമം ടൈറ്റാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒരു ക്യാൻ നമ്മൾ വെച്ചെടുക്കുക. ഞാൻ ആ സെയിം ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. എൻ്റെ ഓയിൽ ആകെ 500 കിലോമീറ്റർ ആയിട്ടുള്ളൂ മാറ്റിയിട്ട്. എപ്പോഴും ഓയിൽ പുതിയത് ഒഴിക്കുന്നതാണ് ബെറ്റർ. പിന്നെ 500 കിലോമീറ്റർ ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ എൻജിൻ്റെ ഓയിൽ ഇൻ ക്യാപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.